ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ ചോറ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 കപ്പ് അരിയെ വെള്ളത്തിലിട്ട് ഒരു 15-20 മിനിറ്റ് കുതിർത്തതിന് ശേഷം വെള്ളത്തിൽ നാരങ്ങാനീരും ഉപ്പും മാത്രം ഇട്ട് വേവിച്ച് 3/4 വേവാക്കി വേവിച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കതിനു വേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ സെലറി എടുത്തിട്ടുണ്ട്. സെലറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശകലം ഇലയും കൂടെ എടുത്തിട്ടുണ്ട്. അതേപോലെ സ്പ്രിംഗ് ഓനിയൻ എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷനാണിത്. ഇതതിൻ്റെ മണ്ടയ്ക്കത്തെ തണ്ടും. അതേപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓനിയൻ ഞാൻ തന്നെ ഇവിടെ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ക്യാബേജും ചേർത്ത് കൊടുക്കാം. നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ശകലം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാമേ. അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് സെലറിയൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ശകലം പച്ചമുളക് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വട്ടത്തിലരിഞ്ഞ പച്ചമുളകാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ശകലം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് ഡാർക്ക് സോയ സോസാണ്. ഒരു ശകലമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണേ ഞാൻ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഒരു ശകലം കുരുമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഈ ചോറ്, തണുത്തിരിക്കുന്നത് കാരണം. ഇനി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്ത് കൊടുക്കാം, ഗാർണിഷ് ചെയ്യാനായിട്ട്. ബാക്കി സലറിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. താങ്ക് യു.